പോക്സോ നിയമം നടപ്പാക്കുന്നത് പോലെ റാഗിംഗ് നിരോധന നിയമവും ശക്തമായി നടപ്പാക്കണമെന്ന് റാഗിംഗ് വിരുദ്ധ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് വൈ വിനോദ് കുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നിയമം നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മുന്നിട്ടിറങ്ങണമെന്നും വിനോദ് കുമാർ പറഞ്ഞു. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ അധ്യാപക റാഗിങ്ങിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണം. ഈ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ റാഗിങ്ങിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ചോദ്യം. സത്യത്തിൽ നമ്മുടെ ഈ റാഗിംഗ് നിയമങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അത് ഏത് രീതിയിലാവാം. കാരണം വളരെ ശക്തമായ നിയമം, ഏറ്റവും പ്രധാനമായിട്ട് 3 നിയമങ്ങളുള്ളത്. UGC റെഗുലേഷൻ 2009, അല്ലെങ്കിൽ UGC ഉണ്ടാക്കിയ നിയമം 2009 ഉണ്ടാക്കിയത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 1998 കേരള പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട്. അതുകൂടാതെ BNS ഭാരതീയ ന്യായ സംഹിത. ഇത്രയും ശക്തമായ നിയമങ്ങൾ തന്നെയുണ്ട്. ഈ ശക്തമായ നിയമങ്ങൾ വേണ്ടവിധം നടപ്പാക്കിയാൽ 1% പോലും റാഗിംഗ് നടക്കില്ല. നമ്മളൊരു ഒരു കോളേജിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ പ്രോസ്പെക്ടസിനോടൊപ്പം ഒരു ഫ്രീ ആയിട്ട് ഈ 2009 UGC നിയമം നമുക്ക് കിട്ടും. ആ സാമാന്യ വിവരം നമുക്ക് കിട്ടിയാൽ തന്നെ അതെങ്ങനെ നടപ്പാക്കണം നമുക്ക് തന്നെ അറിയാം. ഈ നിയമങ്ങൾ ശരിക്ക് നടപ്പാക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ? ഇനി അഥവാ നടപ്പാക്കിയില്ല എന്നൊരു ബോധ്യം വരികയാണെങ്കിൽ പരാതി ബോധിപ്പിക്കുന്നത് ഈ കോളേജിൽ തന്നെ ബോധിപ്പിക്കണമെന്നില്ല. UGCയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.antiragging.in. ആ വെബ്സൈറ്റിൽ കുട്ടികൾക്കോ അല്ല രക്ഷിതാക്കൾക്കോ അല്ല പബ്ലിക്കിനോ ഇങ്ങനെ കാര്യം അവിടെ നടത്തുന്നില്ല എന്ന കാര്യം റിപ്പോർട്ട് ചെയ്യാം. അതുകൂടാതെ UGCയുടെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, 1800-180-5522. ഈ ടോൾ ഫ്രീ നമ്പറിൽ നമ്മൾ അറിയിക്കുകയാണെങ്കിൽ വിത്തിൻ 15 മിനിറ്റ്സ് ആക്ഷൻ വരും. പക്ഷേ ഇത്തരം കോളേജുകളിലൊക്കെ ഈ പരാതി പറഞ്ഞവരെല്ലാം തന്നെ വിക്ടിമൈസ് ചെയ്യപ്പെടുന്നൊരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അതിന് ഒന്നാമത് ഞാൻ പറഞ്ഞ നേരത്തെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ ഈ കംപ്ലൈൻറ്റിൻ്റെ അനോണിമിറ്റി കീപ്പ് ചെയ്യും. ഇന്റേണൽ മാർക്ക് അവാർഡ് ചെയ്യുന്ന സമയത്ത് അത് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യണം. അത് ഇവരെ റിമാർക്സ് സീക്ക് ചെയ്യണം. അവർക്ക് എന്നുള്ള പരാതി ബോധിപ്പിക്കും അവസരങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട്. പക്ഷേ അത് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നത് വിദ്യാഭ്യാസ വിദഗ്ധർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികളോട് ചോദിച്ചപ്പോൾ അവർക്ക് സത്യത്തിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എന്നാണ് തോന്നുന്നത്. ഇതൊക്കെ ഇവിടെ പതിവായി നടക്കുന്നതാണ്, ഇതൊക്കെ നമ്മൾക്ക് ശീലമാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ബോഡി ഷേമിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പുതിയ അധ്യയന വർഷത്തിൽ ഒരു ക്ലാസ് തുടങ്ങിയാൽ ഒരു സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം, അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം. ഇതിൽ എക്സ്പേർട്സിനെ കൊണ്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ അത് പലപ്പോഴും പാലിച്ച് കാണില്ല. ഈ UGC റെഗുലേഷൻ 2009 പ്രകാരം ആൻറ്റി റാഗിംഗ് കമ്മിറ്റി വളരെ ശക്തമായൊരു കമ്മിറ്റിയാണെന്ന് പറഞ്ഞു. അതിൽ 8 തരത്തിലുള്ള ആളുകളുടെ പ്രതിനിധികൾ അതിനകത്തുണ്ട്. അതായത് ഒന്ന് നോൺ ടീച്ചിങ് സ്റ്റാഫ്, ടീച്ചിങ് സ്റ്റാഫ്, സീനിയർ സ്റ്റുഡൻസ്, ജൂനിയർ സ്റ്റുഡൻസ്, PTA മെമ്പേഴ്സ്, മാധ്യമപ്രവർത്തകർ, NGO, പോലീസ്. ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പോലും ഡോക്ടർ MK റാമാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെയാണ് ഏറ്റവും കൂടുതൽ പരാതി. അദ്ദേഹമാണ് ഏറ്റവും ക്ലാസ്സിൽ കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നതും കുട്ടികളുടെ വ്യക്തിത്വത്തിനെതിരായിട്ട് സംസാരിക്കുന്നതും ഒക്കെ. അത് നമ്മൾ പഴഞ്ചൊല്ല് പറയുന്ന പോലെ വേലി തന്നെ വിളവ് തിന്നുക എന്നൊരു പരിപാടിയാണ്. പക്ഷെ അങ്ങനെയുള്ള അവസരത്തിലും അതിനും നടപടികളെടുക്കാം. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ ആ കോളേജ് അധികാരികൾക്കെതിരെ, പ്രത്യേകിച്ച് പ്രിൻസിപ്പലിനെതിരെ കേസെടുക്കാൻ, നടപടിയെടുക്കാൻ വകുപ്പ് നിയമത്തിലുണ്ട്. ശരിക്കും ഈ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക, നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കുക, ബോഡി സ്ട്രക്ചറിൻ്റെ പേരിൽ അധിക്ഷേപിക്കുക, ഇതൊക്കെ റാഗിംഗ് വിരുദ്ധ നിയമത്തിൻ്റെ പരിധിയിൽ വരുമോ? പുതിയ റാഗിംഗ് ആക്ട് കേരളത്തിൽ നിലവിൽ വരികയാണ്. അപ്പോൾ ആ റാഗിംഗ് ആക്ടിൽ താങ്കൾ ഈ പറഞ്ഞ ഈ ഡെഫിനിഷൻസൊക്കെ, നിർവചനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. കേരളത്തിൽ അടുത്തിടെ നിയമം നടപ്പാക്കിയ ഏറ്റവും ശക്തമായൊരു നിയമമാണ് പോക്സോ നിയമം. ആ നിയമം പോലെ തന്നെയാണ് റാഗിംഗ് വിരുദ്ധ നിയമം, അത്ര തന്നെ ശക്തമാണ് എന്ന് വേണം നമുക്ക് പറയാം. പക്ഷേ ഈ റാഗിംഗ് വിരുദ്ധ നിയമത്തിൻ്റെ സ്പിരിറ്റ് നമുക്ക് എവിടെ വെച്ചാണ് ചോർന്നു പോയത്? പോക്സോ നിയമത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ അതൊരു വ്യാജമായ ഒരു കേസ് ഫയൽ ചെയ്താൽ, അത് വ്യാജമായി തെളിയുകയാണെങ്കിൽ പരാതിക്കാരനെതിരെയോ പരാതിക്കാരിക്കെതിരെയോ തിരിയും. അപ്പോൾ അങ്ങനെയൊരു വകുപ്പ് കൂടി ഈ പുതിയ നിയമത്തിലുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്.